അസ്സലാമു അലൈക്കും. വലിയ ഒരു നന്മ പ്രവർത്തനത്തിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ തന്നെ വളരെയേറെ സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ ഷാഹുൽ ഹമീദ് സാർ, അതോടൊപ്പം തന്നെ ഫിറോസ് കുന്നുംപറമ്പിൽ, അതോടൊപ്പം ഈ മഞ്ചേരിയിലെ മുൻസിഫ് കോടതിയിലെ മുൻ ജഡ്ജായിരിക്കുന്ന KP ബാലേന്ദ്രൻ സാർ. അപ്പൊ അതോടൊപ്പം തന്നെ ഇതിലെ വിവിധ പോസ്റ്റുകൾ വഹിക്കുന്ന പല ആൾക്കാരും വേദികളിലുണ്ട്. പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അവരുടെ പോസ്റ്റുകൾ പറഞ്ഞാലും ഒരുപാട് സമയം എടുക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വേദിയിലും സദസ്സിലുമുള്ള ഉപേക്ഷായിരിക്കുന്ന എല്ലാ ആൾക്കാർ, വിശിഷ്ടാതിഥികൾ, സഹോദരി സഹോദരന്മാർ, ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ, ഞാൻ ഈ പരിപാടിയിലേക്ക് ഇപ്പം ഒരു 10 ദിവസമായിട്ട് 1-2 പ്രാവശ്യം ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രധാന പ്രശ്നം ഉണ്ടായിരുന്നത്, ഒരു കാലിഗ്രാഫി, കോഴിക്കോടുള്ള കാലിഗ്രാഫി എഴുത്തുകാരൻ ദിലീഫ് ഉണ്ടാക്കിയ വിശുദ്ധ ഖുർആൻ മാസങ്ങളായി കൊച്ചിൻ പോർട്ട് ടെസ്റ്റില് അവിടെ നിന്ന് ലേലം ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അത് റിലേറ്റഡ് മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിന്ന കാര്യങ്ങളിൽ നമ്മുടെ ലീഗൽ ടീം, മുന്തർ ഉൾപ്പെടെയുള്ള, ജംഷിക്ക ഉൾപ്പെടെയുള്ള, ഞാൻ ജംഷിക്കാനെ കടമെടുക്കാണ്, കാരണം ഫിറോസിന്റെ സ്വന്തം ആളാണ്. ഇപ്പൊ ഞാൻ എന്റെ കൂടെയും കൂടി ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. കാരണം എനിക്കിപ്പോൾ ജംഷിയില്ലാതെ സാധിക്കൂല, ഫിറോസിനും ജംഷിയില്ലാതെ സാധിക്കൂല. അങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെയും അവിടെയായിട്ടാണ് ഇപ്പം ഉപരുള്ളത്. ഇതിൽ ഒരുപാട് കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഈ കൊറോണ കാലഘട്ടങ്ങളിൽ ഒരുപാട് നമ്മളെ കേരളത്തിലെ പ്രവാസി മലയാളികൾക്ക് വേണ്ടി പല സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഫിറോസ് കുന്നുംപറമ്പിൽ പലപ്പോഴായി പല ആവശ്യങ്ങളായിട്ട് പറയുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങളുടെ അസോസിയേഷൻ, ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ, എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും, ഞാൻ എല്ലാവരും സാക്ഷി നിർത്തി പറയുന്നു, ഒരിക്കൽ പോലും തന്റെ പോക്കറ്റിലേക്ക് കാശുണ്ടാക്കുന്ന ഒരു സംവിധാനം ഫിറോസ് കുന്നുംപറമ്പിൽ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു. ഇത് ഞാൻ ഈ പരിപാടിയിൽ ഇപ്പൊ ഫിറോസിന് 2-3 കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ സ്റ്റേജിൽ നമ്മൾ സദസ്സിൽ അഡ്വക്കേറ്റ് ഷമീർ കുന്നുമംഗലുണ്ട്. എന്നെ ഇലക്ഷന്റെ സമയത്ത്, അതായത് വോട്ടെണ്ണുന്ന സമയത്ത്, ഫിറോസിന്റെ ജംഷിയും അഡ്വക്കേറ്റ് ഷമീർ കുന്നുമംഗലും ദുബായിലായിരുന്നു. ദുബായിൽ വന്ന് എനിക്ക് തോന്നുന്നു ലത്തീഫ്ക്കാണ് കൊണ്ടുവന്നെന്ന് തോന്നുന്നത്. ലത്തീഫ് ഒരു വലിയൊരു സാമൂഹ്യ പ്രവർത്തനാണ്, രാഷ്ട്രീയപരമായിട്ട് വളരെ ബന്ധമുള്ള ആളും കൂടിയാണ് ലത്തീഫ് ഖാൻ. നമ്മൾ അടുത്ത കാലത്താണ് പരിചയപ്പെട്ടത്. അതുകൊണ്ട് അവർ കൂടെ ഒരു അഡ്വക്കേറ്റും കൂടി നസറുക്ക, ഇവർക്ക് ഒരുപാട് പ്രവർത്തികൾ ചെയ്യുന്ന ആൾ. അങ്ങനെ ജംഷീദ് എന്നെ വിളിച്ചു, സലാം ബാബിശ്ശേരി, ഞങ്ങൾ 2 പേര് ദുബായിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഓക്കെ, നിങ്ങൾ ദുബായിലുണ്ട്, ഇപ്പൊ ഇവിടെ കൊറോണയും കാര്യം, നിങ്ങൾ ഇലക്ഷൻ, ഓക്കെ ശരി. അപ്പം ഇലക്ഷൻ എണ്ണുന്ന സമയങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജംഷിക്കുണ്ട്, നമ്മൾ അഡ്വക്കേറ്റും ഉണ്ട്. അപ്പം ഞാൻ ഓൾറെഡി ഫിറോസിനെ വിളിക്കണം, കാരണം ഫിറോസുമായിട്ട് നല്ലൊരു അഭേദ്യമായ ബന്ധമുണ്ട്. പക്ഷേ ഞാൻ ഈ 2 അതിഥികളെയും ഞാൻ എന്റെ ഓഫീസിലേക്ക് ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളിന് ദീർഘനാള് ഹോട്ടലിൽ കാശ് കൊടുത്ത് താമസിക്കേണ്ട. അതായത് പലരും പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത് ഫിറോസിന്റെ ബിനാമികൾ ദുബായിൽ പ്രവർത്തിക്കുന്നുണ്ട്, ആ പ്രവർത്തിക്കുന്നതില് ബിനാമി പ്രവർത്തനങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ജംഷീറും അഡ്വക്കേറ്റ് ഷമീർ കുന്നുമംഗലും, പിന്നെ അതോടെ വെച്ച് മറ്റുള്ളവരെന്ന് പറഞ്ഞിരിക്കുന്നു. അവർ ഹോട്ടലിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അവരെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. അങ്ങനെ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിനും അതുപോലെ തന്നെ നമ്മളെ ജംഷിക്കും താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ റെഡിയായി കൊടുത്തു. എല്ലാം റെഡിയായി കൊടുത്തു. ഞാൻ ഇതെല്ലാം കഴിഞ്ഞു. ഇവർക്ക് വേണ്ടുന്ന വിസകളും ശരിയായി കൊടുത്തു. 2 പേർക്കുള്ള വിസയും ചെയ്തു, ഡ്രൈവിംഗ് ലൈസൻസിലെ പേപ്പറും ശരിയായി കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു, അവർ ആ ഒരു സമയത്ത് അവരൊരു വലിയൊരു മാനസിക അവസ്ഥയിലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും മനസ്സിലാക്കുന്ന ഫിറോസും വളരെ തളർന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഇലക്ഷൻ, ചുരുക്കി പറയണം, ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എന്റെ വീട്ടിൽ വെച്ചായിരുന്നു അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലും ജംഷിയും ഞാൻ ഉൾപ്പെടെ രാവിലെ 5 മണിക്കാൻ തോന്നുന്നു
ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു ഒരു അറബ് വംശജയാണ്. അപ്പം ഫിറോസിന് അവർക്ക് ഭയങ്കര കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫിറോസിന്റെ നന്മകള് ഗൾഫ് രാജ്യത്തില് അറബുകൾ മുതൽ രാജകുടുംബത്തിലെ ആൾക്കാർക്ക് വരെ ഫിറോസിനെ ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്ക് ഞാൻ കടന്നു വരുന്നുണ്ട്. രാജകുടുംബത്തിലെ ആൾക്കാരെ ഫിറോസിന് ഇഷ്ടമാണ്. അവിടെയാണ് വേറെ പ്രത്യേകത. അപ്പൊ എന്റെ വൈഫ് മലയാളം അറിയില്ല. അവർ ഇംഗ്ലീഷിൽ എന്താണ് കമാൻഡ് അടിച്ചിരിക്കുന്നത് മലയാളം ഇത് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് പറയും. ഇപ്പോൾ അവള് ലൈവ് കണ്ടുകൊണ്ടിരിക്കുക, അവിടുന്ന് ദുബായിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ പല മെസ്സേജും എനിക്ക് അയച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തില് ഞാൻ ഫിറോസിനെ വിളിച്ചു. ഫിറോസ്, നിങ്ങൾ റിലേറ്റഡ് ആൾക്കാർ ഇപ്പോ 1-2 മാസം എന്റെ കൂടെ ഉണ്ട് പാപ്പിനിശ്ശേരി. അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. കാരണം ഞാൻ ഇവിടെ ഇലക്ഷനിൽ മത്സരിച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ മാനസികമായി പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ മനസ്സിൽ വന്ന ഒരു ഇതാണ് അത് മാനസികമായി. ഇതേ വിവരം ഞാൻ അവിടെയുള്ള ഉമ്മൽഖാൻ ഷെയ്ഖ് രാജകുടുംബാംഗമായിട്ട് ഷെയർ ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യണം, ഉടനെ തന്നെ ഫിറോസിനെ ദുബായിൽ എത്തിക്കണം. അവിടെ നല്ലൊരു പ്രോഗ്രാമിന് അവിടെ അറ്റൻഡ് ചെയ്യിക്കണം. തീർച്ചയായിട്ടും നീ അവിടെ എത്തിക്കണം. അങ്ങനെയാണ് ദുബായിൽ കൊറോണയൊക്കെ ഒന്ന് സൈലന്റ് ആയി എന്ന് കണ്ടപ്പോൾ ആദ്യമായിട്ട് ഗൾഫ് രാജ്യത്ത് അവിടെയുള്ള പ്രവാസികളെ നെറ്റിച്ചുകൊണ്ട് വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തില് നമ്മള് ഫിറോസ് കുന്നുംപറമ്പിലിനെ പരിപാടി വെക്കുകയും ഷെയ്ഖിന്റെ അടുത്ത് തന്നെയാണ് ഫിറോസ് കുന്നുംപറമ്പിലിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇരുത്തിയിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം ഇതിവിടെ പലരും പറഞ്ഞ കാര്യങ്ങൾ കടമെടുക്കുകയാണ്. ഫിറോസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളം എന്നല്ല, ഈ ലോകത്തിലുള്ള ഏത് ചാരിറ്റിക്കാർക്കെന്നല്ല, ആർക്ക് വേണമെങ്കിലും എന്ത് സഹായം വേണമെങ്കിലും ഫിറോസ് കുന്നുംപറമ്പിൽ തരാൻ റെഡിയാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, വേദിയില് അഡ്വക്കേറ്റ് ഉണ്ടെന്നല്ലേ ഷമീർ കുന്നുമംഗലം വളരെ വ്യക്തമായിട്ട് പറയും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി ഷമീർ എന്നല്ല പലരും ഇനി 2 ദിവസം മുന്നേ ഫിറോസിന്റെ വിരോധിയോ എന്താണെന്നറിയില്ല, ഫിറോസ് എന്താ ഓപ്പറേഷനിൽ വൈദഗ്ധ്യം ഉണ്ടോ എന്നുള്ളൊരു പോസ്റ്റ് കണ്ടു. ഈ പറയുന്ന സലാം പാപ്പിശ്ശേരി സ്കൂള് ഫുള്ളായിട്ട് പോയിട്ടില്ല. എന്നാൽ ദുബായിൽ കൈകാര്യം ചെയ്യുന്നത് വലിയ ലീഗൽ ഫേമാണ്. 100-200ഓളം വക്കീലന്മാരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ദൈവമാണ്. ഞങ്ങൾക്കത് ചെയ്തു തരുന്ന കഴിവ്, ഞങ്ങൾക്കിത് ദൈവം തന്ന കഴിവാണ്. ചിലപ്പോൾ ഈ ഇന്ത്യ രാജ്യത്തിലുള്ള ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചിലപ്പോൾ ഫിറോസിന് ദൈവം കൊടുത്ത കഴിവായിരിക്കാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല കാര്യങ്ങളിലും, അതായത് ഒരു കടലാസ് എഴുതി ഇന്നാൾക്ക് ഇന്ന അസുഖം, അതാണ്, അതെങ്ങനെ ഫിറോസിന് പറയാൻ പറ്റും? അത് ഫിറോസിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ആ ഒരു നന്മയാണ് നമ്മളിപ്പോ കണ്ടത്. ഈ തേച്ചൊട്ടിക്കുന്ന ആൾക്കാർക്ക് ഇതിലേക്കൂടി ഒരു മെസ്സേജാണ്. ഞാന് അത്യാവശ്യം കണ്ണൂരാന്നല്ലോ, പല പരിപാടികളും നമ്മൾ കളിച്ചിട്ടാലും വരുന്നുണ്ടായിരുന്നു. കണ്ണൂര് ഒരു 10 വർഷം മുന്നേ 2 ഗുണ്ടകൾ ഉണ്ടായിരുന്നു. ഒരാളെ പേര് മുട്ടിയച്ച്, രണ്ടാമത്തെ ആളെ പേര് ഷിയാപ്പു. ഈ 2 ആളെ കൊണ്ട് നാട്ടിൽ വയല്ല ശൈലിയ. അപ്പോ ആരോ എനിക്കൊരു കൊട്ടേഷൻ കൊടുത്തു. ഞാനിങ്ങനെ വണ്ടി എടുത്ത് പോകുന്ന വരിയിൽ എന്നോട് വണ്ടി എത്തിച്ച് നിങ്ങൾ മുട്ടിയാച്ചി കാണാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചു മുട്ടിയാച്ചി ചെയ്തപ്പാ. ഞാൻ വിചാരിച്ചു ഞാൻ ആ സമയത്ത് അജ്ജിന് പോകാൻ വേണ്ടിയുള്ള പരിപാടിയിലുണ്ട്. അജ്ജിനാ മറ്റും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അപ്പോഴത്തേക്ക് ആളെ ഒരു മുട്ടി ആജി എന്നല്ല, മുട്ടി അജ്ജി എന്നാ. അത് ആളെ പരിപാടി മുട്ട. അപ്പൊ അതിൽ തീരും ആളെല്ലാം പേടിക്കുന്ന ആള്. അപ്പൊ എനിക്ക് ഇത് ഗൾഫിൽ നിന്നിട്ട് ഈ ഗുണ്ട പരിപാടി ഒന്നും എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. അതെ, ഞാൻ അന്നത്തെ SP, ഇന്ന് അയാൾ IG ആന്ന് തോന്നുന്നു, മനോജ് എബ്രഹാം സാറിന്റെ അടുത്ത് പോയിട്ട് വന്നേ, സാറേ ചുരുക്കി പറയുന്നു, നമ്മളെ നാട്ടിലേക്കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റുന്നല്ലേ സാർ, എന്തായിട്ട് അതെന്ന് എഴുതി തന്നെയെന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ പോലീസ് സ്റ്റേഷൻ, ഞാൻ പേര് പറയില്ല, ആ ചില പോലീസ് സ്റ്റേഷനിൽ പോലീസ് നിങ്ങൾ നമ്മളെ കച്ചവടം മുട്ടിച്ചല്ലപ്പാ, നിങ്ങളൊരു വല്ലാത്ത മനുഷ്യനാണല്ലോ, അത് ശരിയായില്ല. അപ്പൊ ഞാൻ 2 ആൾക്കാരെ വിളിച്ചു, മക്കളെ നിങ്ങൾ ഈ പ്രവർത്തനം എത്ര കാലം കൊണ്ടുപോകും? നിങ്ങൾ എന്നെയാണ് വേണ്ടത്, പിടിച്ചോ എന്നെ എടുത്തോ. ഞാൻ അതിലെ പേര് പറഞ്ഞത് കണ്ണൂർ പുതിയൊരു അറിയപ്പെടുന്ന 2 ആൾക്കാരായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ എടുത്തോ, നിങ്ങൾ കൊണ്ടുപോയിക്കോ, എന്താ വേണ്ടത്, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് നന്നാവണം. അപ്പൊ ഞങ്ങൾക്ക് പോലീസുകാർ പാസ്പോർട്ട് തരില്ല. ഞാൻ നിങ്ങൾ പേടിക്കല്ല, വേറൊരു വകുപ്പുണ്ട്, ആ വകുപ്പിൽ കൂടിയിട്ട് നിയമപരമായിട്ട് പാസ്പോർട്ട് ഞാൻ ശരിയായി തരാം. അങ്ങനെ അവനെ തലയിൽ വെച്ചുകൊണ്ട് കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിൽ വന്നിട്ട് അവനെന്താക്കി, ഞാൻ കൊണ്ടുപോയിട്ട് കുവൈത്തിലേക്ക് അയക്കാൻ ശ്രമിച്ചത്. കുവൈത്തിലാണ് സീലടിച്ചു കൊടുത്തു. 2ാമത്തോടെ ഞാൻ പറഞ്ഞു, നീ നന്നാന്നിട്ട് വെച്ചു, എനിക്ക് ഇവിടുന്ന് വരാൻ വേണ്ടിയിട്ട് വലിയ പ്രശ്നമാണ്. അപ്പൊ നീ ഇടുന്നു. അവസാനം എന്തായി, ആൾക്കാർ അടി കൊണ്ടിട്ട് അവൻ ഓൾറെഡി ആലാക്കും അവലും കഞ്ഞിയായി.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിലുള്ള മേഖലയിലേക്കുള്ള കയറി വന്ന ഞങ്ങൾക്ക് ഈ ചിലപ്പോ എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ ഫിറോസിന്റെ കൂടെ തേച്ചൊട്ടിക്കുമ്പോ ഫിറോസ് പ്രതികാരം ചെയ്യില്ല, പക്ഷെ സലാം ബാബിശ്ശേരി പ്രതികാരം ചെയ്യും. പണി തന്നവർക്ക് പണി കൊടുക്കും, അതാണ് സലാം ബാബിശ്ശേരി. പക്ഷെ എന്നാലും ആദ്യം പറയും ഞങ്ങൾ ഇങ്ങനെ പണിയൊക്കെ തരാമെന്ന്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫിറോസ് ഭായിനോട്, ഫിറോസ് ഭായ് ഗൾഫിൽ നിന്ന് കേസ് കൊടുക്കട്ടെ, അവരെല്ലാം പിടിച്ച് കൂട്ടട്ടെ, ബന്നാക്കട്ടെ, സംവിധാനം ഉണ്ടാക്കട്ടെ. സലാം ബാബിശ്ശേരി ദയവേദിട്ട് ചെയ്യരുത്. പേപ്പറിൽ ഡോക്യുമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെയ്യരുത്. ഓക്കെ, ഇപ്പോഴും പലപ്പോഴും പറയുമ്പോഴും ഫിറോസ് ഈ കേരളത്തിലെ ചാരിറ്റി പ്രവർത്തകരോട് പ്രത്യേകമായിട്ടൊരു മെസ്സേജ്. ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന വ്യക്തിക്ക് നിങ്ങളോട് ആരോടും ഒരു വൈരാഗ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങൾക്ക് ഒരു മാതൃക പറഞ്ഞിരുന്നു, നിങ്ങൾ ഇദ്ദേഹത്തെ ഒരു ക്യാപ്റ്റൻ ആക്കുക. അത് അയാൾ പറഞ്ഞിട്ട് പറയുന്നല്ല കേട്ടോ, ഞാൻ അയാളുടെ, അതായത് ഇന്ത്യ രാജ്യത്ത് കേരളത്തില് പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഒരു മൊബൈൽ പിടിച്ച് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയ ആളാണ് ഫിറോസ് കുന്നുംപറമ്പിൽ. അതിൽ നമുക്ക് ആർക്കും ഒരു തർക്കമുള്ള വിഷയമില്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ നാളെ ഇപ്പൊ പറഞ്ഞിട്ട് അതാണ് ഇത് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെല്ലാം പറയണം. ഇതിൽ പല ശാരീരിക ആൾക്കാർക്ക് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ക്ഷണം സ്വീകരിച്ചിട്ട് ഉള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയണം. ഇവിടെ മുൻ ജഡ്ജുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, പഞ്ചായത്തിന്റെ ആൾക്കാരുണ്ട്, എല്ലാ ആൾക്കാരുണ്ട്. ഇതിനിടയിൽ ഞാൻ ഇവിടുത്തെ MLA വന്നില്ല. ഈ MLA ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാറുണ്ട്. ആ ഒരു കാര്യം കൂടി ഈ നാട്ടുകാരായ നല്ലവരായ നിങ്ങളോട് അറിയിക്കുന്നു. കാരണം പല ആവശ്യങ്ങൾക്കും ഇവിടുത്തെ MLA വിളിക്കാറുണ്ട്. എന്തോ ഒരു അർജന്റ് തിരക്കുണ്ടാന്ന് അദ്ദേഹം വരാഞ്ഞത്. ഇനി എനിക്ക് വളരെ പ്രത്യേകമായിട്ട് പറയാനുള്ള നിങ്ങളോട്, ഈ പ്രവൃത്തി, ഫിറോസിന്റെ പ്രവൃത്തി കണ്ടിട്ട് ഇപ്പൊ എന്റെ വൈഫ് വാട്സപ്പിൽ കൂടി വിവരം തന്നിരിക്കുകയാണ്. ഫിറോസിന്റെ അടുത്ത പരിപാടിക്ക് ഒരംശം വീടുണ്ടാക്കുന്നത് അത് സലാം ബാബിശ്ശേരിയല്ല, സലാം ബാബിശ്ശേരിന്റെ വൈഫിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കും. ഈ ഒരു നല്ല കാര്യം കൂടി നിങ്ങളോട് പറഞ്ഞുകൊണ്ട്, ഇതിന്റെ ഉടമയുള്ള, അതായത് ഈ സ്ഥലത്തിന്റെ ഉടമ എന്റെ അടുത്തേക്ക് ഒന്ന് വരണം. ഞാൻ ഒരു മകനെ പോലെ എന്നെ കാണണം. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിക്കണം. ഫിറോസ് കുന്നംപറമ്പില് ഇങ്ങനൊരു ആശയം പറഞ്ഞപ്പോ ഇദ്ദേഹം, നിങ്ങളുടെ പേരെന്താണ്? കുടുംബസ്വത്താണ്. കുടുംബസ്വത്തിന്റെ സമ്മതത്തോടുകൂടിയല്ലേ ഇത് കൊടുത്തിരിക്കുന്നത്? ശരിയാണ്. ഓക്കെ, അപ്പൊ ചില കാര്യങ്ങൾ, ചില ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവരോടൊക്കെ സമ്മതമാണ്. നിങ്ങളുടെ പേരെന്താ ഫുള്ളായിട്ട്? മുഹമ്മദ് ഖാന്റെ കുടുംബം ഉൾപ്പെടെ നല്ലൊരു കാര്യം ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമ്മൾ നാട്ടില് ഒട്ടനവധി പേരുണ്ട്. ഇവരൊക്കെ ഈ ഫിറോസ് നമ്മൾ ചെയ്ത പണിയാണ്ടില്ല, വളരെ സത്യസന്ധമായി ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് മമ്മദ്ക്കമാർ രംഗത്തേക്ക് വരണം. ഇനിയും ഇതുപോലെ ഒരുപാട് വാക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം.